ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നന്ദന പറയുകയാണ്, നീ ഇപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആന്റിയുടെ വേർപാടിൽ നിന്ന് നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ മാർഗം തേടി അലയുന്നു. എന്നാൽ ഇന്നലെ വരെ താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യജന്മമുണ്ട് ഇവിടെ. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഒരാൾ. അയാൾക്ക് ഒരു അല്പമെങ്കിലും ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ ഇവിടെ. അത് അരവിന്ദാണ്. ചെന്ന് ശിവരാമ അങ്കിളിനെ നീ ആശ്വസിപ്പിക്കുക. മനസ്സിന്റെ കടൽ ഒന്ന് അടങ്ങട്ടെ. ആനന്ദുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് നിന്നോട് പറയേണ്ടി വരില്ലായിരുന്നു. അച്ഛന്റെയും അനിയന്റെയും അവസ്ഥയോർത്ത് ഉള്ളു നേറിപ്പുകയുന്നുണ്ടാവും ഇപ്പോൾ ആനന്ദിന്റെ മനസ്സ്. ചെല്ല് എന്നും പറഞ്ഞ് അരവിന്ദിനെ പറഞ്ഞയക്കുകയാണ് നന്ദന. അന്നേരം ശിവരാമകൃഷ്ണൻ ഷെൽഫൊക്കെ തുറന്ന് എന്തൊക്കെയോ പരിശോധിക്കുകയാണ്. അതിനുശേഷം എല്ലായിടത്തും എന്തോ കളഞ്ഞു പോയതുപോലെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ശിവരാമകൃഷ്ണന്റെ കൈതട്ടി മേശപ്പുറത്തിരുന്ന കുങ്കുമം താഴെ വീഴുകയാണ്. അത് കോരിയെടുത്ത ശേഷം ശിവരാമകൃഷ്ണൻ അഖില കുങ്കുമം തൊട്ട് നിൽക്കുന്ന കാഴ്ച ആലോചിക്കുകയാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എന്നാലും അഖില, എന്നോട് പറയാതെ നീ എവിടേക്കാണ് പോയത്? എന്നോടൊരു വാക്ക് പറയാതെ നീ ഇതുവരെ ഒരിടത്തേക്കും പോയിട്ടില്ലല്ലോ. എന്നെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്റെ സാന്നിധ്യമില്ലാത്ത പരിസരം കൂടി എത്ര അസഹനീയമാണെന്ന് അറിയാമോ നിനക്ക്? എന്താ അഖില ഒന്നും മിണ്ടാത്തത് എന്ന് കുങ്കുമത്തെ നോക്കി ചോദിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? മനസ്സുകൊണ്ട് ഒരു തെറ്റും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. അഖില എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണേട്ട എന്നുള്ള വിളി കേൾക്കുകയാണ് ശിവരാമകൃഷ്ണൻ. പറയൂ അഖില. വീണ്ടും കൃഷ്ണേട്ട എന്നുള്ള വിളി കേൾക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ തിരിഞ്ഞ് ചുറ്റുമൊക്കെ നോക്കുകയാണ്. അന്നേരം കണ്ണാടിയിൽ അഖിലയുടെ രൂപത്തെ കാണുകയാണ് ശിവരാമകൃഷ്ണൻ. അഖില എന്ന് വിളിക്കുമ്പോൾ അഖിലാണ്ടേശ്വരി പറയുകയാണ്, കൃഷ്ണേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ വിട്ട് നീ എവിടേക്കാണ് പോയത്? പറയൂ അഖില. എനിക്ക് കൃഷ്ണേട്ടനെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമോ? അങ്ങനെ കൃഷ്ണേട്ടൻ കരുതുന്നുണ്ടോ? ഏയ് ഇല്ല അഖില. എന്റെ ഹൃദയസ്പന്ദനമാണ് നീ. നീ ഇല്ലെങ്കിൽ എന്റെ ഹൃദയതാളം അപ്പോൾ ഞാൻ ഇല്ലാതാകും. അങ്ങനത്തെ വാക്കുകളൊന്നും പറയല്ലേ കൃഷ്ണേട്ട. നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം അറിയുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ. അത് അനശ്വരനായ ദൈവമാണ്. എന്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ അത് കൃഷ്ണേട്ടൻ അറിയുന്നത് പോലെ കൃഷ്ണേട്ടന്റെ ഇടനെഞ്ചിലെ താളക്രമം ഒന്ന് തെറ്റിയാൽ അത് അപ്പോൾ ഈ അഖില അറിയും. അതാണ് ഞാനും കൃഷ്ണേട്ടനും തമ്മിലുള്ള ഹൃദയബന്ധം. ഞാൻ നിന്നെ കാത്തുകാത്തിരുന്ന് മടുത്തില്ലേ അഖില? അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്കറിയാം കൃഷ്ണേട്ട. ഞാൻ ഇനി എന്റെ കൃഷ്ണേട്ടനോട് പറയാതെ ഒരിടത്തേക്കും പോകില്ല. ഇതിപ്പോ ഇങ്ങനൊക്കെ സംഭവിച്ചു പോയി, ക്ഷമിക്കണം. എന്താ അഖില ഇത്? നീ എന്നോട് മാപ്പ് പറയുകയോ? നീ എപ്പോഴും എന്റെ അടുത്ത് ഉണ്ടാകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോട്ടെ, നീ വന്നല്ലോ. അന്നേരം അരവിന്ദ് കണ്ണൊക്കെ തുടച്ച് ശിവരാമകൃഷ്ണന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അച്ഛാ. ശിവരാമകൃഷ്ണൻ അഖിലയോട് പറയുകയാണ്, ആരോ വിളിക്കുന്നു, ഞാൻ ഇപ്പോൾ വരാം. വാതിൽ തുറന്ന ശിവരാമകൃഷ്ണൻ അരവിന്ദിനോട് ചോദിക്കുകയാണ്, എന്താ മോനെ? ഇല്ല, അച്ഛൻ ഉറങ്ങിയില്ലേ? കൊണ്ട് ശിവരാമകൃഷ്ണൻ പറയാണ്, ഇല്ല അരവിന്ദ്, അഖില വന്നു. നിന്റെ അമ്മ. ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് അരവിന്ദ് അന്തം വിട്ട് ശിവരാമകൃഷ്ണനെ നോക്കുകയാണ്. ഒന്ന് പരിഭ്രമിച്ച് പിറകോട്ട് മാറുകയാണ് അരവിന്ദ്. ഭഗവാനെ എന്ന് അരവിന്ദ് മനസ്സിൽ പതുക്കെ വിളിക്കുകയാണ്. എന്താ മോനെ, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. എന്താ, നീ നന്ദനയുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പിണങ്ങിയോ? ഇല്ല. എന്നാൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരം ഒരുപാട് വൈകി എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങിയാണ് ശിവരാമകൃഷ്ണൻ. അരവിന്ദ് പുറകെ വിളിക്കുന്നു, അത് അച്ഛാ, ഞാൻ ഇന്ന് അച്ഛന്റെ കൂടെ ഈ മുറിയിലൊന്ന് കിടന്നോട്ടെ. അതെന്തിന്? അതല്ല എടാ, നന്ദന അവിടെ തനിച്ചല്ലേ ഉള്ളൂ. നീ ചെല്ല്. എനിക്ക് അഖിലയോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ സംസാരം നിന്റെ ഉറക്കത്തിന് ശല്യമാകും. നീ ചെല്ലട എന്നും പറഞ്ഞ് അരവിന്ദിനെ പറഞ്ഞയക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അതിനുശേഷം ചിരിച്ച് സന്തോഷത്തോടെ ശിവരാമകൃഷ്ണൻ അകത്തേക്ക് പോവുകയാണ്. അച്ഛന്റെ ഈ അവസ്ഥയിൽ ആകെ തകർന്നു നിൽക്കുകയാണ് അരവിന്ദ്. അകത്തേക്ക് കയറിയ ശിവരാമകൃഷ്ണൻ വീണ്ടും കണ്ണാടി നോക്കി പറയുകയാണ്, കേട്ടോ അഖില, നമ്മുടെ മോൻ അരവിന്ദില്ലേ, അവൻ ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ പ്രകൃതമാണ്. ഇതൊക്കെ അരവിന്ദ് വെളിയിൽ നിന്നും കേൾക്കുകയാണ്. ദേ ഇപ്പൊ ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞയച്ചു എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. അപ്പോഴേക്കും അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ശിവരാമകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, അവിടെ നന്ദന കാത്തിരിക്കുകയല്ലേ? പെട്ടെന്ന് കണ്ണാടിയിൽ ശ്രദ്ധിച്ച ശിവരാമകൃഷ്ണൻ തന്റെ രൂപം മാത്രമേ കാണുന്നുള്ളൂ. പെട്ടെന്ന് വിളിക്കുകയാണ്, അഖില. എന്നിട്ട് സ്വയം പറയുകയാണ്, ഇതെവിടെ പോയി? അഖില എന്ന് വീണ്ടും വിളിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീട്ടിൽ നിലത്ത് കിടന്നുറങ്ങുന്ന ആനന്ദിനെയാണ്. അന്നേരം കല്യാണി വന്ന് വിളിക്കുകയാണ്, വലിയ കുഞ്ഞെ. ഒന്നുകൂടി വലിയ കുഞ്ഞെ എന്ന് വിളിക്കുമ്പോൾ ആനന്ദ് ഉണരുന്നുണ്ട്. എഴുന്നേറ്റ ആനന്ദിനോട് കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെന്താ എന്നെ വിളിക്കാതിരുന്നത്? എന്താ വലിയ കുഞ്ഞെ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആനന്ദ് പറയുകയാണ്, എന്റെ അമ്മയുടെ മരണം അത് സംഭവിച്ചു കഴിഞ്ഞു. അത് നിനക്ക് മനസ്സിലായില്ലേ? ഞാനെന്ന് പറയുന്ന ആനന്ദകൃഷ്ണൻ നിന്റെ ഭർത്താവാണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരണോ? പെട്ടെന്ന് കല്യാണി ആനന്ദിന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ്. മാറ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ആനന്ദ് പറയുന്നു. എന്നിട്ട് ആനന്ദ് പറയുകയാണ്, എനിക്ക് ബലിയിടാനുള്ളതാണ്. ആയിക്കോ.
പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. തൽക്കാലം നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. നീ എന്താ എന്നെ വിസ്തരിക്കാനുള്ള ഭാവമാണോ? വിസ്താരങ്ങളും വിധിന്യായങ്ങളും കഴിഞ്ഞു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്നെ ഉപേക്ഷിച്ചു പോയി. അഭിമാനിയായ എന്റെ അമ്മയ്ക്ക് നിന്റെ പരാതി അഭിമാനക്ഷതം ഉണ്ടാക്കി. നീ ചെയ്യാനുള്ളത് കുത്തരിയും എള്ളും ചേർത്ത് ഒരു പിടി ആഹാരം കൊടുക്കുക. അത് കൊടുക്കാൻ പോണം. സ്വീകരിക്കുമോ എന്ന് അറിയില്ല. അകപ്പെട്ടു പോയി ഞാൻ എല്ലാ അർത്ഥത്തിലും. ആനന്ദിന്റെ ഈ ഭാവം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കല്യാണി. ആനന്ദ് വീണ്ടും പറയുകയാണ്, ഓർത്തിട്ട് സഹിക്കാനാകുന്നില്ല. മനസ്സ് പുകഞ്ഞ് കത്തുകയാണ്. പ്രസവിച്ചു വളർത്തിയ എന്റെ പൊന്നമ്മയെ കൊന്ന മഹാപാപം എവിടെ കൊണ്ടുപോയി ഞാൻ കഴുകിക്കളയും? ഉത്തരം തരാൻ കഴിയുമോ നിനക്ക്? ഈ ജന്മം എനിക്ക് സമാധാനം ഉണ്ടാകില്ല. കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെ, ഞാനാണോ ഇതിനൊക്കെ കാരണക്കാരി? അപ്പോൾ ആനന്ദ് ദേഷ്യത്തോടെ പറയുകയാണ്, വേണ്ട. വലിയ കുഞ്ഞ് എന്ന ആ വിളി എനിക്കിനി ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തിനും ഏതിനും നിന്റെ കൂടെ നിന്നവനാണ് ഞാൻ. എന്നിട്ടും എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്ത് തെറ്റാണ് വലിയ കുഞ്ഞെ ഞാൻ ചെയ്തത്? വലിയ കുഞ്ഞു കൂടി പറഞ്ഞിട്ടല്ലേ? പറയുമ്പോൾ വീണ്ടും ആനന്ദ് ദേഷ്യപ്പെടുകയാണ്, മതി, ഞാൻ കൂടി പറഞ്ഞിട്ടല്ലേ എന്ന്. എന്നെ സ്നേഹിച്ചു പോയതാണ് എന്റെ തെറ്റ്. അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് ജീവിച്ചതാണ് ഞാൻ ചെയ്ത കുറ്റം. തകരുകയാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും. ഞാൻ കൂടി ചേർന്ന് കൊടുത്ത പരാതി ഇന്ന് റീറ്റെൻഡ് ചെയ്ത് പിൻവലിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. എന്റെ അമ്മ കുറ്റക്കാരിയാണെന്ന് നീ അടിയുറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റായിപ്പോയി. കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും കൺമുന്നിൽ അമ്മ നിൽക്കുകയാണ്. മോനെ എന്ന വിളിയുടെ ഈണം എന്റെ കാതുകളിൽ കിടന്ന് മുഴങ്ങുകയാണ്. മരണവിപ്രാളത്തിൽ കിടന്ന് പിടയുന്ന എന്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ ഇടനെഞ്ച് പൊട്ടുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ആനന്ദ്. കല്യാണി പറയുകയാണ്, വലിയ കുഞ്ഞെ, സ്വന്തം അമ്മയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ ഉണ്ടായപ്പോൾ എന്റെ അച്ഛന്റെ കാര്യത്തിൽ എനിക്കൊന്നും തോന്നിക്കൂടായിരുന്നു അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്റെ അച്ഛൻ മരണവിപ്രാളത്തിൽ നടു റോഡിൽ കിടന്ന് പിടഞ്ഞപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടത് വച്ച് അത് കേൾക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ ഞാൻ എന്താ ഹൃദയമില്ലാത്തവളാണോ? വലിയ കുഞ്ഞിനെ പോലെ വികാരങ്ങളും വിചാരങ്ങളും എനിക്കില്ലേ? എന്നെ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? നീ എന്ന ദേഷ്യത്തോടെ പറയുകയാണ് ആനന്ദ്. താരതമ്യപ്പെടുത്താൻ നിന്റെ അച്ഛനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓഹോ, പക്ഷേ എനിക്ക് എന്റെ അച്ഛൻ വലുത് തന്നെയാണ്. എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയണമായിരുന്നു. വലിയ കുഞ്ഞിന്റെ അനുവാദത്തോടെ തന്നെയല്ലേ ഞാൻ കേസ് കൊടുത്തത്? അതിന്റെ പേരിൽ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. സംഭവിച്ചു പോയതാണ്. ഞാനല്ല വലിയ കുഞ്ഞ് ഇതിനൊന്നും ഉത്തരവാദി. ആദ്യം വലിയ കുഞ്ഞ് അത് മനസ്സിലാക്ക്. ആനന്ദ് പറയുകയാണ്, എല്ലാവർക്കും പറയാനും സമർത്ഥിക്കാനും അവരവരുടേതായ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നീ നിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞില്ലേ? എനിക്കുമുണ്ട് ഒരച്ഛൻ. എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾ, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ആൾ. അഖിലാണ്ടേശ്വരി ഇല്ലാത്ത ഒരു ശിവരാമകൃഷ്ണൻ ഇല്ല. ആ അച്ഛൻ ഹൃദയം തകർന്ന് എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് എനിക്കറിയില്ല. കല്യാണി പറയുകയാണ്, എന്റെ പേരിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തിക്കോ, ഞാൻ അതൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോ എനിക്കൊരു കാര്യം അറിയണം. അതിനു മാത്രം വലിയ കുഞ്ഞ് എനിക്ക് ഉത്തരം തരണം. നീ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് സമയവും സൗകര്യവും ഇല്ല. അത് പോരാ എന്ന് പറയുകയാണ് കല്യാണി. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. എന്നെ ഒഴിവാക്കിയപ്പോഴും എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ മേഡത്തിന്റെ മുഖം അവസാനമായി കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ അത് പതിഞ്ഞു കഴിഞ്ഞതാണ്. ആരാലും മായ്ക്കാൻ പറ്റാത്ത ഒരു ചിത്രം. ആ ചിത്രത്തിന് മങ്ങലേറ്റെങ്കിൽ അതിന് ഉത്തരം തരേണ്ടത് വലിയ കുഞ്ഞാണ്. പെട്ടെന്ന് ആനന്ദിനെ പിടിച്ചു തിരിക്കുമ്പോൾ ആനന്ദ് പറയുകയാണ്, കൈയെടുക്കടി, എനിക്ക് ബലിയിടാനുള്ളതാണ്. നിന്റെ സ്പർശനം ബലിതർപ്പണത്തിന് വിഘാതമാകും. മനസ്സിലായില്ലേ? നീ തൊട്ടാൽ ഞാൻ ബലിയിടുമ്പോൾ എന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. അത്രയ്ക്ക് ശപിക്കപ്പെട്ടവളാണ് നീ, ശപിക്കപ്പെട്ടവൾ. എനിക്കെന്നും വലുത് എന്റെ അമ്മ തന്നെയായിരുന്നു. പ്രണയം എന്ന ഒറ്റ വികാരം എന്നെ പലതും മറക്കാൻ പ്രേരിപ്പിച്ചു. അതിന്റെ ഫലം ഒരു ബലിതർപ്പണത്തിലൂടെ തീർക്കേണ്ടി വരുന്ന ഒരു ജന്മമായി പോയി എന്റേത്. ഇതൊക്കെ കേട്ട് വീണ്ടും അന്തം വിട്ട് പരിഭ്രമിച്ചു നിൽക്കുകയാണ് കല്യാണി. ആനന്ദ് വീണ്ടും പറയുകയാണ്, നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ എന്നെ സ്വയം ശപിക്കുകയാണ്. പക്ഷെ ഇപ്പോ നിന്റെ ഈ മുഖം കണ്ടിട്ട് പോയാൽ കൈകൊട്ടി വിളിച്ചാൽ പാറി അകലും ബലിക്കാക്കകൾ. ആനന്ദിന്റെ ഈ വാക്കുകളൊന്നും ഉൾക്കൊള്ളാനാകാതെ തകർന്നു നിൽക്കുകയാണ് കല്യാണി. അതിനുശേഷം ആനന്ദ് അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയാണ്. അഖില ഗുരുജിയുടെ ആശ്രമത്തിലാണ്. അവിടേക്ക് ഗുരുജിയുടെ ഒരു ശിഷ്യൻ വന്നിട്ട്, നമസ്തേ മേഡം, കോഫി എന്ന് പറയുകയാണ്. ഇതാ പത്രം എന്നും പറഞ്ഞ് ന്യൂസ് പേപ്പർ കൊടുക്കുകയാണ്. അന്നേരം അഖില തന്റെ മരണ വാർത്ത പത്രത്തിൽ കാണുകയാണ്. അഖില വായിക്കുകയാണ്, സരോവർ പുരസ്കാര ജേതാവിന് കണ്ണീരോടെ വിട. തിരുവനന്തപുരം വ്യവസായ പ്രമുഖയും സരോവർ പുരസ്കാര ജേതാവുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് നാട് കണ്ണീരോടെ വിട നൽകി. ഇത് വായിച്ച് മനസ്സിലൊന്ന് ചിരിക്കുകയാണ് അഖിലാണ്ടേശ്വരി. അപ്പോഴേക്കും അവിടേക്ക് ഗുരുജി വരുന്നുണ്ട്. രണ്ടുപേരും നമസ്കാരം പറയുകയാണ്. ഗുരുജി പറയുകയാണ്, മാധ്യമങ്ങളൊക്കെ ഇന്നലെ മുതൽ അഖിലയുടെ പുറകെയാണല്ലേ? കോളേജ് കാലം മുതലുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും മാധ്യമപ്പടയ്ക്ക് ആഘോഷിക്കാനുള്ള ഒരു കാരണമായി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ദുർമരണം സ്തുതി സങ്കീർത്തനങ്ങളുടെ പൂമഴയായിരിക്കും. കൂടാതെ സാമൂഹ്യ, സാംസ്കാരിക, വ്യാവസായിക പ്രമുഖരുടെ വാക്തോരണികളും. അഖില പറയുകയാണ്, വാർത്തയിൽ ഉണ്ടായിരുന്നു. വായിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫലിതം ഇഷ്ടമുള്ളവർക്ക് വായിച്ച് ചിരിക്കാം. അഖില പറയുകയാണ്, എന്റെ കുടുംബത്തിന്റെ സമാധാനം തകർക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങിയവളാണ് അവൾ.
ആ രാജരാജേശ്വരി. അവൾ ഇല്ലാതാകേണ്ടത് തൃച്ചംബരം കുടുംബത്തിന്റെ സമാധാനത്തിന് ആവശ്യമാണ്. അനിവാര്യമായിരുന്നു അവളുടെ മരണം. ആത്മഹത്യയോ കൊലപാതകമോ ഏതായാലും അത് ഒരർത്ഥത്തിൽ എനിക്ക് അനുഗ്രഹമാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ് ബലിയിടുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.